ബഹുമാനികളെ, ഈ അടുത്ത് വയനാട് ജില്ലയിൽ നാടിനെയൊന്നാകെ തീരാ ദുഃഖത്തിലാക്കി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നടന്ന അതിദാരുണമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും മൂലം നിരവധി ജീവനുകളും വീടുകളും മറ്റ് സ്വത്തുക്കളുമാണ് നമുക്ക് നഷ്ടമായത്. നാടൊന്നാകെ വയനാടിനൊപ്പം, പ്രത്യേകിച്ച് ചൂരന്മലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കും ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഹൃദയമുള്ളവരൊക്കെ മനസ്സലിഞ്ഞ് മനസ്സുരുകി പ്രയാസപ്പെടുന്ന ഈ സമയത്ത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ചൂരന്മലയിലെ മുണ്ടക്കയിലെ ദുരന്ത പ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. വയനാട് ജില്ലയിൽ പനമരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബദറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം, വിനീതനായ ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം പിതാവ് മരണപ്പെട്ടുപോയി അതിൻ്റെ പേരിൽ യതീമുകളായി അനാഥകളായി കഴിയുന്ന എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ അവരുടെ മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസവും സംരക്ഷണവും കിട്ടണമെന്ന ഒരു ആഗ്രഹമുള്ള മക്കൾ, മാതാക്കൾ, അവരുടെ ഉമ്മമാരും ആ രൂപത്തിൽ തന്നെ ആഗ്രഹിക്കുന്നു. ആ നിലക്ക് 14 വയസ്സിൽ താഴെയുള്ള അനാഥ മക്കളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് എല്ലാ മാസവും ജീവനോപാധിയായി ഒരു കുട്ടിക്ക് 2000 രൂപ വീതം നൽകുന്ന ഒരു സ്കീം ബദറുൽ ഹുദയിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ആ സംവിധാനം ബദറുൽ ഹുദയിൽ നടന്നു വരുന്നുണ്ട്. ഓർഫൻ ഹോം കെയർ പദ്ധതി. ഈ മേപ്പാടിയിലും ചുരുൾമലയിലും ഉണ്ടായ അതീവ ദാരുണപരമായ വേദനാജനകമായ ഈ സംഭവത്തിൽ പ്രയാസപ്പെടുന്ന കുട്ടികൾ അഥവാ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആര് പ്രവർത്തിക്കുന്നുവോ അവർക്ക്, ആ കുടുംബത്തിലെ ഏതെങ്കിലും രക്ഷിതാക്കൾ ആ കുട്ടികളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കുടുംബത്തിലെ സംരക്ഷണത്തിന് വേണ്ടി അവരെ എല്ലാവരെയും, മുഴുവൻ കുട്ടികളെയും, എത്ര കുട്ടികൾ ആ വിഷയത്തിൽ ദുരന്ത പ്രദേശത്തിൽ നിന്ന് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ അവശേഷിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും മാസം 2000 രൂപ വീതം നൽകിക്കൊണ്ട് ഓർഫൻ ഹോം കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ബദറുൽ ഹുദ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ടവരെ ജില്ലാ കളക്ടറെയും അതുപോലെ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും അറിയിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ സ്ഥാപനം അവരെ ഏറ്റെടുത്ത് അവർക്ക് നൽകുന്നതാണ് എന്ന് പ്രത്യേകമായി കത്ത് മുഖേനയാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. ആ നിലക്ക് നമുക്കത് ഏറ്റെടുക്കണം, നടത്തണം. അതിലേക്ക് യതീം കുട്ടികളെ സംരക്ഷിക്കാൻ, യതീം കുട്ടികൾക്ക് സഹായം നൽകാൻ, യതീം കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ, യതീം കുട്ടികൾക്ക് ജീവനോപാധി നൽകാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ബദറുൽ ഹുദയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പൂർത്തിയാക്കാൻ സഹകരിക്കാവുന്നതാണ്. പൊതുജനങ്ങളുടെ സഹകരണവും സഹായവും കൊണ്ടാണ് സ്ഥാപനം നടക്കുന്നത്. സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പലരും സഹായിച്ചിട്ട് നടക്കുന്നതാണ്. ഓർഫൻ ഹോം കെയറിൽ ഉൾപ്പെടുത്തി നമ്മൾ ഇതിനകം ഏറ്റെടുത്തിട്ടുള്ള കുട്ടികൾക്കുള്ള സഹായങ്ങൾ നമ്മൾ നൽകുന്നതും പലരും സഹായിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് സഹകരിക്കാനും സഹായിക്കാനും പറ്റുന്നവർ അത് ഏറ്റെടുക്കുകയും സഹായിക്കുകയും ചെയ്യുക. സ്ഥാപനവുമായി ബന്ധപ്പെടുക, സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടുക. അതേപോലെ
ഈ ഒരു വിഷയത്തിൽ നമ്മൾ സഹായത്തിന് അർഹരായ കുട്ടികൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ പൊതുഹൃദയുടെ ഉത്തരവാദപ്പെട്ടവരെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നമ്മുടെ സഹായം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി അറിയിക്കാനും കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയും സലാമത്തും നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ട് അല്ലാഹു തആല എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമൊന്നും ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവങ്ങൾ വരാതെ അള്ളാഹുവിൻ്റെ കാവല് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും ഉണ്ടാവണം. അതിലുപരി നമ്മുടെ ദുരന്തങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, രോഗത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും പ്രാർത്ഥന ഉണ്ടാവണമെന്നുകൂടി അറിയിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ.